നമസ്കാരം. 2026 ജൂലൈ മാസത്തിലെ മീനക്കൂറുകാരുടെ പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. പൂരുരുട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മീനക്കൂറുകാരുടെ ചാരവശാലുള്ള പൊതുഫലം എന്താണെന്ന് നോക്കാം. ഈ മാസം വളരെ അനുകൂലമായ ഒരു സമയമാണ്. ജന്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും 5ാം ഭാവത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ടും ഇവർക്ക് പല രീതിയിലുള്ള ഗുണഫലങ്ങളും ഈ മാസം ലഭിക്കുന്നതാണ്. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ വളരെ അധികം അനുകൂലമായ ഒരു സമയമാണ്. തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജോലിമാറ്റം ലഭിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. കർമ്മനേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ്. വരുമാന വർധനവും ജോലിയിൽ ഉയർച്ചയും സ്ഥാനലബ്ധിയും ഉന്നത വ്യക്തികളിൽ നിന്നും അനുകൂലമായ മനോഭാവവും ഉന്നതാധികാരികളിൽ നിന്നും പ്രീതിയും ഈ സമയത്ത് ഉണ്ടാകാം. പല രീതിയിലുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിലും മെച്ചപ്പെട്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ജൂലൈ മാസം പകുതിക്ക് ശേഷം ഇവർക്ക് വളരെ അനുകൂലമാണ്. എന്നിരുന്നാലും പങ്കാളികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ബുധൻ അനുകൂല സ്ഥിതിയിലല്ലെങ്കിലും ഗുരുവിൻ്റെ ഇഷ്ടഭാവ സ്ഥിതി ഇവർക്ക് വളരെ അധികം നേട്ടം ഉണ്ടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുന്നതിനും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും മത്സരങ്ങളിൽ ഉന്നത വിജയം നേടുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി പല രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാവുന്നതാണ്. വായ്പക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. കടം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നോക്കേണ്ടതുണ്ട്. പരസ്പരം ഈഗോ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സ്ഥിതി വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ശുഭകരമായ ഒരു സമയമാണ്. സുഹൃത്ത് നേട്ടം ഉണ്ടാവുന്നതും സഹോദരന്മാരെ കൊണ്ട് നേട്ടം ഉണ്ടാവുന്നതാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. എങ്കിലും തർക്കങ്ങളുണ്ടാകാതെയും തെറ്റിദ്ധാരണയുണ്ടാകാതെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ 7ാം ശനിയുടെ സമയമായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ചികിത്സിക്കുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ജന്മത്തിലേക്കുള്ള ദൃഷ്ടിയും 5ാം ഭാവത്തിലെ സ്ഥിതിയും അനുസരിച്ച് വലിയ അസുഖങ്ങളൊന്നും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. വീട് വാങ്ങുന്നവർക്കും വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. വാഹനഭാഗ്യവും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ആദരവ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് 7ാം ശനിയുടെ സമയമായതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് ഗുണകരമായിരിക്കും.